മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന ചെറിയൊരു എക്സ്റ്റൻഷൻ ബോർഡ് ഉണ്ടാക്കിയാണ്. ഒരു 3 സ്വിച്ചും 3 പ്ലഗും വരുന്ന രീതിയിലുള്ള ഒരു ചെറിയ എക്സ്റ്റൻഷൻ ബോർഡാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ട സാധനങ്ങളാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഒരു 6MDയുടെ സർഫസ് ബോക്സ് ആണ് വാങ്ങിയിട്ടുള്ളത്. അതേപോലെ 6MDയുടെ ഒരു പ്ലേറ്റ് നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അതേപോലെ ഒരു 3 സ്വിച്ചും 3 2 പിൻ സോക്കറ്റുമാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത്. 3 2 പിൻ സോക്കറ്റും ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്ന് നോക്കാം. വളരെ എളുപ്പത്തിൽ നമുക്കത് ചെയ്യാം. ഇതാണിപ്പോൾ നമ്മുടെ സ്വിച്ച്, ഇൻഡക്ഷൻ്റെ സ്വിച്ചാണ്. അതിൻ്റെ ഒരു 2 പിൻ സോക്കറ്റും ഉണ്ട്. അപ്പോൾ നമുക്ക് പ്ലേറ്റിലേക്ക് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഇത് സ്ക്രൂ ആണ്, നമുക്കത് ബോക്സുമായിട്ട് മുറുക്കാനുള്ള സ്ക്രൂവും കാര്യങ്ങളൊക്കെയാണത്. ഇനി നമുക്ക് ആദ്യമേ നമുക്കൊരു സ്വിച്ച് ഫിറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾ 2 പിൻ സോക്കറ്റും വെച്ച് ഈ ഒരു രീതിയിലാണ് നമ്മൾ എല്ലാ സോക്കറ്റും കൺട്രോൾ വേണം. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു രീതി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേഗത്തിൽ തന്നെ നമുക്കെല്ലാം ഇതേപോലെ അങ്ങ് സെറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, ഇനി ഒരു സോക്കറ്റ് കൂടി വെച്ച് കഴിഞ്ഞാൽ എല്ലാം നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത് ഇനി വയറിംഗ് സെക്ഷനാണ്. എങ്ങനെയാണ് വയറിംഗ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഈ ഒരു രീതിയിലാണ് ഇപ്പോൾ നമ്മുടെ എക്സ്റ്റൻഷൻ ബോർഡ് വരിക. അപ്പോൾ ഉള്ളിലെ ഇൻറ്റേർണൽ വയറിങ്ങിലേക്ക് നമുക്ക് കിടക്കാം. ആദ്യമേ തന്നെ നമ്മുടെ സോക്കറ്റിൻ്റെ ഏതെങ്കിലും ഒരു ലൈൻ, ഫേസ് ലൈൻ ആയിക്കോട്ടെ, ഫേസ് ലൈനിലെ അവിടേക്ക് നമ്മൾ ഒരു വയർ കട്ട് ചെയ്തിട്ട് ഫേസ് ലൈൻ എഴുതിയിട്ടുണ്ടാവും, അവിടെ എഴുതിയിട്ടുണ്ടാവും, അതിൽ നമ്മൾ കണക്ട് ചെയ്തു. ഇനി നമ്മൾ അടുത്ത സ്വിച്ചിൻ്റെ താഴത്തെ ലൈനിലേക്കാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. താഴത്തെ ടെർമിനലിലേക്ക് നമ്മൾ സ്വിച്ചിൻ്റെ കൺട്രോൾ കൊടുക്കുകയാണ്. അപ്പോൾ 2 പിൻ സോക്കറ്റിൻ്റെ ഫേസ് എന്ന് എഴുതിയതിന് നമ്മളൊരു ലൈൻ എടുത്ത് സ്വിച്ചിൻ്റെ അടിയിലേക്ക് നമ്മൾ കൊടുത്തു. ഈ ഒരു രീതിയിൽ നമ്മൾ 3 പ്ലഗിൻ്റെയും 3 സോക്കറ്റിൻ്റെയും അതേപോലെ നമ്മൾ ചെയ്യുകയാണ്. ഓക്കെ, ഞാനത് മാറ്റിയത് അതിൽ ന്യൂട്രൽ എഴുതിയോണ്ടാണ്. ഫേസ് എന്ന് എഴുതിയടത്തേക്ക് കൊടുക്കുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും. അതുകൊണ്ടാണ് ഞാനത് ജസ്റ്റ് മാറ്റി കൊടുത്തത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മളെല്ലാം ചെയ്യുക. സ്വിച്ചിൻ്റെ താഴത്ത് നിന്നും സോക്കറ്റിൻ്റെ ഫേസ് എന്ന് എഴുതി അതിലേക്ക് നമ്മൾ എല്ലാ വയറും ഇതേപോലെ ലൂപ്പ് ചെയ്യാം. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ സ്വിച്ചിൻ്റെ കൺട്രോൾ വയർ നമ്മൾ കണക്ട് ചെയ്തു. അതേപോലെ നമ്മൾ മൂന്നാമത്തെ സ്വിച്ചിൻ്റെ ആണ് ഇപ്പോൾ ചെയ്യുന്നത്. ഓക്കെ, ഇതേപോലെ നമുക്ക് ടൈറ്റ് ചെയ്യാം. നല്ലപോലെ ടൈറ്റ് ചെയ്ത് വെക്കണം, എന്നാലാണ് നമ്മൾ ലൂസ് കണക്ഷൻ ഒന്നും വരരുത്. അതുകൊണ്ട് നല്ലപോലെ നമ്മൾ ടൈറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാം കൊടുത്തിട്ടുണ്ടോ? ഫേസിൽ നമ്മൾ സ്വിച്ചിൻ്റെ താഴേക്ക് എല്ലാത്തിൻ്റെയും നമ്മൾ ഒരേപോലെ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ ന്യൂട്രൽ കൊടുക്കുകയാണ്. ന്യൂട്രൽ എന്ന് എഴുതിയിട്ടുണ്ടാവും എല്ലാ 2 പിന്നിലും. അതിൽ ന്യൂട്രൽ എന്ന് ഇട്ടിട്ടുണ്ടാവും. അത് എല്ലാം നമ്മൾ ലൂപ്പ് ചെയ്യുകയാണ്. സോക്കറ്റിൻ്റെ എല്ലാ എന്ന് എഴുതിയ ടെർമിനലിൽ നമ്മൾ ബന്ധിപ്പിക്കുക. നമ്മുടെ വീട്ടിലേക്കൊക്കെ നമുക്ക് ആവശ്യമാണ് ഇങ്ങനെ ഒരു ചെറിയ എക്സ്റ്റൻഷൻ ബോർഡ്. ഇപ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ഭയങ്കര പൈസ വരും, അവരുടെ സർവീസ് ചാർജ്. ഇതൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ സാധിക്കും. അപ്പം ഇതുവരെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഉപകാരപ്രദമായ ഒരുപാട് വീഡിയോകൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കാണാൻ ശ്രമിക്കുക. ഇനിയും ഒരുപാട് വീഡിയോകൾ ചെയ്യുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ എന്ന് എഴുതിയ എല്ലാ 2 പിന്നും നമ്മൾ വയറിട്ട് ബന്ധിക്കുകയാണ്.
അപ്പോൾ അതെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ജസ്റ്റ് കാണിച്ചു തരാം. എന്ന് എഴുതിയത് നമ്മൾ അടുത്ത സോക്കറ്റിലേക്ക് എൻ അങ്ങനെയാണ് നമ്മൾ ലൂപ്പ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വേറെ ഒരെണ്ണം എന്ന് വെച്ചാൽ നമ്മുടെ ലൈനാണ്. സ്വിച്ചിൻ്റെ ടോപ്പിൽ നിന്ന് നമ്മൾ സ്വിച്ചിൻ്റെ ഒരു ലൈന് അവിടെ നിന്ന് നമ്മൾ എല്ലാ സ്വിച്ചുകളും തമ്മിൽ ബന്ധിപ്പിക്കുക. അത് കഴിഞ്ഞാൽ ഫേസ് ലൈൻ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ബന്ധിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരിടത്ത് കൊടുത്തു. ഇനി രണ്ടാമത്തെ സ്വിച്ചിൻ്റെ മോൾ ഭാഗത്തേക്കാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ സ്വിച്ചിൻ്റെ ലൂപ്പാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. അതും ഇതേപോലെ നമ്മൾ സ്വിച്ചിൻ്റെ നേരത്തെ കൊടുത്തതിൻ്റെ തൊട്ടടുത്തുള്ള ടെർമിനലാണ് നമ്മൾ കൊടുക്കുന്നത്. ഇനി നമ്മൾ ലാസ്റ്റത്തെ സ്വിച്ചിലേക്കാണ് കൊടുക്കുന്നത്. ഈ ലാസ്റ്റത്തെ സ്വിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ അവിടെ നിന്ന് ഒരു ഫേസ് ഫയർ കൂടി നമ്മൾ പുറത്തേക്ക് ഇടണം. കാരണം നമ്മുടെ ഇൻകമർ കയറാൻ വേണ്ടിയിട്ട്, പവർ കയറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫേസിൻ്റെ ഒരു ലൈന്. അപ്പോൾ പുറത്തേക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഒരു യെല്ലോ വയറാണ് കൊടുത്തിരിക്കുന്നത്. ഈ വയറാണ് നമ്മൾ ഇൻകമറായിട്ട് വരുന്ന വയർ. ഓക്കെ, അത് നമ്മൾ ലാസ്റ്റ് സ്വിച്ചിലേക്ക് നമ്മൾ ഇതേപോലെ കയറ്റി ടൈറ്റ് ചെയ്യാം. ഇനി നമുക്ക് കൊടുക്കാനുള്ളതെന്ന് വെച്ചാൽ ഒരു ന്യൂട്രലിൻ്റെ വയറാണ് നമ്മൾ ഇനി കൊടുക്കേണ്ടത്. ഫേസ് റെഡിയായി. ഇനി അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മൾ നേരത്തെ ന്യൂട്രൽ ലൂപ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലാസ്റ്റ് വരുന്ന സോക്കറ്റിൽ നിന്നിലേക്ക് നമ്മളൊരു ന്യൂട്രൽ പുറത്തേക്ക് എടുക്കാൻ വേണ്ടി, ഇൻകമറായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ന്യൂട്രൽ കൊടുത്തു. ഇനി നമ്മുടെ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം, നിങ്ങൾ നോക്കുക. നമ്മൾ ന്യൂട്രൽ അങ്ങനെ മുകളിൽ കൂടെ വിട്ടു, ലൈൻ താഴെ കൂടെ വിട്ടിട്ട് അത് നമ്മൾ പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. പിന്നെ കൺട്രോൾ വയർ ഉള്ളിൽ കൂടെ അത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ വയർ പുറത്തേക്ക് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ പുറത്തേക്ക് എടുക്കുക. നിങ്ങൾക്ക് നീളമുള്ള വയറാണെങ്കിൽ നിങ്ങൾക്ക് എത്ര നീളം വേണമെന്നാൽ ആ നീളത്തിനനുസരിച്ച് എടുക്കാം. എനിക്ക് ചെറിയൊരു ആവശ്യമുള്ളതുകൊണ്ടാണ് ഞാൻ വയറിന് നീളം കുറച്ചത്. 3 മീറ്റർ 5 മീറ്ററൊക്കെ ആക്കി നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി സ്ക്രൂ ഒക്കെ ഇടുകയാണ്. സ്ക്രൂ ഒക്കെ ഇടുക, 2 സ്ക്രൂ ഇടുക. പിന്നെ സ്ക്രൂവിൻ്റെ മുകളിലൊരു ടോപ്പ് വരുന്നുണ്ട്, അത് വിടണം. ഇതിൻ്റെ കൂടത്തിൽ ആ ബോക്സിൻ്റെ പ്ലേറ്റിൻ്റെ കൂടെ ഉണ്ടാവും. അപ്പോൾ ഇത് ഇടുക. അപ്പോൾ നല്ല വൃത്തിയിരിക്കും. അപ്പോൾ നമ്മുടെ സ്വിച്ച് കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ യെല്ലോ വയറാണ് നമ്മൾ ഫേസ് ആക്കി കൊടുത്തിരിക്കുന്നത്. ന്യൂട്രൽ ബ്ലാക്ക് വയർ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് നമ്മൾ വേറെ ഒരു എക്സ്റ്റൻഷനിൽ നമ്മൾ ഫേസിലേക്ക് ഇടുക, ന്യൂട്രലിലേക്ക് ഇട്ടിട്ട് നമ്മൾ ചെക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഒന്നാമത്തെ സ്വിച്ച് നമ്മൾ വെച്ചിട്ടൊന്ന് സ്വിച്ച് ഓൺ ആക്കി നോക്കുകയാണ്. അത് ഓക്കെ ആയിരിക്കുകയാണ്. അപ്പോൾ രണ്ടാമത്തെ നമ്മൾ നോക്കുകയാണ്. രണ്ടാമത്തെ ഓക്കെ, മൂന്നാമത്തത് ഓക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി നിങ്ങൾ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.